ഒമാൻ കാർഷിക മത്സ്യ ജലവിഭവ മന്ത്രാലയമാണ് വിവിധ കാർഷികോൽപ്പന്നങ്ങളുടെ ഇറക്കുമതിക്ക് രജിസ്ട്രേഷൻ നിർബന്ധമാക്കിയുള്ള തീരുമാനം പ്രഖ്യാപിച്ചത്. തക്കാളി, വെള്ളരി, ഉള്ളി, ഉരുളക്കിഴങ്ങ്, വെളുത്തുള്ളി തുടങ്ങിയവയ്ക്ക് നിർദ്ദേശം ബാധകമാണ്. മുളക്, പാവയ്ക്ക, ക്യാപ്സിക്കം, ലെറ്റ്യൂസ്, വഴുതന, സുക്കിനി, വെണ്ട, ക്യാബേജ് എന്നിവയും ലിസ്റ്റിലുണ്ട്. മുൻകൂർ രജിസ്ട്രേഷൻ ഇല്ലാതെ ഒമാനിലെ തുറമുഖങ്ങളിലെത്തുന്ന ഇത്തരം ഉൽപ്പന്നങ്ങൾ സ്വീകരിക്കില്ല. ചരക്കുകളുടെ ഉത്തരവാദിത്തം മന്ത്രാലയം ഏറ്റെടുക്കില്ല എന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നു. ക്യാരറ്റ്, തണ്ണിമത്തൻ, ബീട്രൂട്ട്, കോളിഫ്ലവർ, ഷെമാം, തേൻ, ഈത്തപ്പഴം തുടങ്ങിയ ഉൽപ്പന്നങ്ങൾക്കും ഉത്തരവ് ബാധകമാണ്. മതിയായ രേഖകൾ സഹിതം കാർഷിക ക്വാറന്റൈൻ വകുപ്പ് മുഖേനയാണ് മുൻകൂർ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. ഓൺലൈനായി നടപടികൾ പൂർത്തിയാക്കാം. പൊതുജനാരോഗ്യം മുൻനിർത്തിയാണ് മന്ത്രാലയത്തിന്റെ നടപടി. രാജ്യത്തേക്ക് കൊണ്ടുവരുന്ന ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മ ഉറപ്പാക്കുന്നതിനൊപ്പം വ്യാപാര വിവരങ്ങൾ കൂടി കൃത്യതയോടെ ശേഖരിക്കാൻ നടപടി സഹായിക്കും. ദേശീയ കാർഷിക ചട്ടങ്ങൾ കർശനമായി നടപ്പാക്കാൻ ഇതിലൂടെ സാധിക്കുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. മാതൃഭൂമി ന്യൂസ്, മസ്കറ്റ്.